ഓണക്കാലത്ത് ഉറിയടിക്കാൻ വളയിട്ട കൈകൾ. വിദ്യാർത്ഥിനികൾ മുതൽ വയോധികർ വരെയുള്ളവർ പാട്ടുപാടി ചുവട് വച്ച് ഉറിയടിക്കാൻ എത്തിയപ്പോൾ തൊടിയൂരിന് ഓണാഘോഷം ഉച്ചസ്ഥായിയിലെത്തി. പുലിയൂർ വഞ്ചി വടക്ക് EMS വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് ഓണത്തെ ആവേശത്തിലാഴ്ത്തി ഉറിയടിക്കാൻ എത്തിയത്. ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ കമാനത്തിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ട ഉറിയുടെ കയർ നീട്ടിയും കുറുക്കിയും ഉറികളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ജസീന. മറുഭാഗത്ത് വനിതകളുടെ ഒരു കൂട്ടം കയ്യിൽ വടികളുമായി ഉറിയടിക്കാൻ തയ്യാറായി. താളത്തിനൊപ്പിച്ച് ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങി. ചുറ്റും കൂടിയവർ ആരവങ്ങൾ ഉയർത്തി ഒപ്പം ചേർന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് EMS വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് വനിതകളുടെ ഉറിയടി മത്സരം നടത്തി നാടിന്റെ കയ്യടി നേടിയത്. എല്ലാ വർഷവും ഉറിയടി നടത്തുമെങ്കിലും വനിതകൾ മാത്രമാണ് ഉറിയടിക്കുന്നത്. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉറി പിടിച്ചിരുന്നത് ഒരു വനിതയായിരുന്നു. അത് നമ്മുടെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി കൂടിയായ ജസീനയാണ് ഈ പ്രാവശ്യം ഉറി പിടിക്കാൻ നിന്നത്. പുരുഷന്മാരെല്ലാം കാഴ്ചക്കാരായി മാറുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം കണ്ടത്. അത് ഏറെ സന്തോഷത്തോടെയാണ് ഈ പ്രദേശവാസികൾ ഏറ്റെടുക്കുകയും ചെയ്തത്. ജസീന വെറുതെ ആയിരുന്നില്ല ഉറി പിടിച്ചത്. അത് 2-3 ദിവസത്തെ പരിശീലനത്തിന് ശേഷമായി ഉറി പിടിച്ചത്. എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്തുകൂടാ എന്ന ആശയം നമ്മളിൽ ഉണ്ടാവുകയും അങ്ങനെ നമ്മളിത് ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. അത് ഈ നാട് ഒന്നടങ്കം ഏറ്റെടുത്തു. ഉറിയടിക്കാൻ വനിതാവേദിയുടെയും യുവജനവേദിയുടെയും പ്രവർത്തകർ ഉഷാറായി. 65-കാരിയായ ചന്ദ്രിക മുതൽ 15 വയസ്സുകാരി പ്രാർത്ഥന വരെ ഉറിയടിക്കാനുള്ള സംഘത്തിൽ ഒപ്പം ചേർന്നു. ഗ്രന്ഥശാല സെക്രട്ടറി ജസീന ഉറി പിടിക്കുക എന്ന ജോലി കൂടി ഏറ്റെടുത്തതോടെ മത്സരം ഉഷാറായി. താളത്തിനൊപ്പിച്ച് ചുവട് വെച്ച് ചുണക്കുട്ടികളായ പെൺകുട്ടികൾ ഉറിയടിക്കാനിറങ്ങിയതോടെ ഗ്രാമമൊന്നാകെ പിന്തുണയുമായി ഒത്തുചേർന്നു. ലൈബ്രറിയൻ രഞ്ജിനി, ഗ്രന്ഥശാല ഭാരവാഹികളായ വിലോല, ലിബി, അമീന, ചന്ദ്രിക തുടങ്ങിയവർ ഉറിയടിക്ക് നേതൃത്വം നൽകി. ഉറിയടിയും വടംവലിയും മാത്രമല്ല, നമ്മൾ വനിതകളുടെ ഒരു പുലികളി കൂടി ഇറങ്ങിയിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായ കുറേ പരിപാടികൾ കുറേ നാട് നമ്മുടെ ഗ്രാമം തൊടിയൂർ ഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.